സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ. സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരാവശ്യമാണ്. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. ഇങ്ങനെ സ്നേഹം കിട്ടാതെ കൊണ്ട് വിഷമിക്കുന്ന, ഭാര്യയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, മക്കളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള സ്വഭാവ വിശേഷമുള്ളവരുണ്ട്. ഉള്ളിൽ സ്നേഹമുണ്ടാവും, പുറത്ത് പ്രകടിപ്പിക്കുകയില്ലാത്ത വ്യക്തികളുണ്ട്. ഇങ്ങനെയുള്ളവരെ യഥാർത്ഥത്തിൽ ഒരു ജീവിത നവീകരണത്തിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഒരു ഫാമിലി കൗൺസിലിംഗ് ഇതിന് സഹായകമാണ്. സ്നേഹം കൊടുക്കുകയും സ്നേഹം സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യൻ്റെ ജീവിത പൂർത്തീകരണം വരുന്നത്. ഒരുപക്ഷെ ഈ സ്നേഹിക്കാനുള്ള അവസ്ഥയെ തന്നെ പൈശാചികമായിട്ടുള്ള ശക്തി ബാധിച്ചിട്ടുണ്ടാകും. അങ്ങനെയുണ്ടെങ്കിൽ ഈ പൈശാചിക ബന്ധനത്തിൽ നിന്ന് ബന്ധന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ആ ബന്ധനത്തിൽ നിന്ന് മോചനം നേടണം. ഒരു ജീവിത നവീകരണ ധ്യാനത്തിൽ പങ്കെടുക്കണം. ഇതുപോലെ തന്നെ സ്നേഹിക്കാനായിട്ട് പഠിപ്പിക്കണം. അത് സംസാരത്തിലൂടെ, പെരുമാറ്റത്തിലൂടെ, നോട്ടത്തിലൂടെ, സ്പർശനത്തിലൂടെയൊക്കെ സ്നേഹം കൊടുക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരണം. കർത്താവേ, ബന്ധനങ്ങളുള്ള മക്കളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. സ്നേഹിക്കുവാനുള്ള ശക്തി ഇവർക്ക് നൽകണമേ. പൂർണ്ണമായ സന്തോഷവും സമാധാനവും ഇവരുടെ കുടുംബത്തിൽ അങ്ങ് വസിപ്പിക്കണമേ. സ്നേഹിക്കാനായിട്ട് പറ്റാത്ത വ്യക്തികൾക്ക് പ്രാർത്ഥനയിലൂടെയും കൗൺസിലിങ്ങിലൂടെയും ഒക്കെ ഇവരെ രക്ഷപ്പെടുത്തുവാനുള്ള ഭാവന ഞങ്ങൾക്ക് നൽകണമേ. കർത്താവ് നൽകിയ അധികാരം ഉപയോഗിച്ച് നിന്റെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് കർത്താവ് നിങ്ങളെ മോചിപ്പിക്കട്ടെ. എല്ലാ ബന്ധനങ്ങളും മാറിപ്പോകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഫോണിലൂടെ വിളിക്കാവുന്നതാണ്. പ്രാർത്ഥനയിലൂടെ, ഫോൺ കൗൺസിലിങ്ങിലൂടെ സഹായിക്കാം. ഫോൺ നമ്പർ പറയാം: 9447465414. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.